ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്മനാഭപുരം പാലസിലാണ്. പാലസിനകത്ത് എന്താണോ ഉള്ളതെന്ന് നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോഴെങ്ങനെ പോയാലോ? ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയറി നോക്കാം. അപ്പോഴേ പ്ലേസൊക്കെ നോക്കാം. ഈ കാണുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ ചിഹ്നമായ വലംപിരി ശംഖ് ഒരു ചെടിയിൽ അങ്ങനെ ചെയ്തു വച്ചിട്ടുണ്ട്. കൊട്ടാരത്തിലെത്തുന്ന അതിഥികളെ രാജാവ് സ്വീകരിക്കുന്നത് ഈ പൂമുഖത്ത് വെച്ചാണ്. ഈ പൂമുഖത്തിലെ ഏറ്റവും വലിയ ആകർഷണമെന്ന് പറയുന്നത് തടി കൊണ്ടുണ്ടാക്കിയ മേൽത്തട്ടിൽ വ്യത്യസ്തമായ 90 പൂക്കൾ കൊത്തിവെച്ചിരിക്കുന്നുണ്ട്. ഇത് രാജാവിന് ചീനക്കാർ സമ്മാനിച്ച കസേരയാണ്. ഈ ചീനക്കസേര തൊട്ടടുത്ത് തന്നെ 7 കഷ്ണം കരിങ്കല്ലുകൊണ്ടുണ്ടാക്കിയ കട്ടിലും കാണാം. ഈ കാണുന്നത് പൂമുഖത്തേനെ തൂക്കിയിട്ടിരിക്കുന്ന കുതിരക്കാരൻ വിളക്കാണത്. കുതിരക്കാരനടുത്ത് തന്നെ ഓണവില്ലും വച്ചിട്ടുണ്ട്. ഇതാണ് ഓണവില്ല്. പൂമുഖത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത് പോകുന്നത് മന്ത്രശാലയിലോട്ടാണ്. മന്ത്രശാല എന്ന് പറയുന്നത് ഈ രാജാവ് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലമാണ് മന്ത്രശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് മന്ത്രശാല. 11 കിളിവാതിലുകളോട് കൂടിയുള്ള ഒരു റൂമാണ് മന്ത്രശാല. റൂം എന്ന് പറയാം. ഒരു ചൈനീസ് മാതൃകയിലാണ് ഈ മന്ത്രശാല രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിക്കിപീഡിയയിൽ അറിഞ്ഞത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് മരത്തിലുണ്ടാക്കിയ തട്ടുകളുണ്ട്, ചെറിയ ചെറിയ അറകൾ. ഈ അറയ്ക്കകത്ത് സുഗന്ധ ദ്രവ്യങ്ങൾ വച്ചിരിക്കും. ഈ ഒരുപാട് ഐറ്റംസ് ദ്രവ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വച്ചിരിക്കും. അപ്പോഴേ ഈ രാജാവ് വരുമ്പോഴേ ഈ ചെറിയ ഡോറുകൾ ഇങ്ങനെ തുറന്നു കൊടുക്കും താഴത്തെ തട്ടിലുള്ള. അപ്പോഴും മണവും തണുപ്പും എല്ലാം കൂടെ കയറിയ ഒരു AC കണ്ടീഷനാവും ഈ റൂം. മന്ത്രശാല കണ്ടിട്ട് നേരെ പോകുന്നത് ഊട്ടുപുരയിലോട്ടോ. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ വലിയ ധർമ്മിഷ്ഠരായിരുന്നു. ദിനംപ്രതി 2000 ആളുകൾക്ക് സദ്യ നൽകിയിരുന്നത് ഈ ഊട്ടുപുരയിൽ വെച്ചായിരുന്നു. ഈ ഊട്ടുപുരയ്ക്ക് 2 നിലകളാണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2ാമത്തെ നിലയിലാണ്. ഓരോ നിലയിലും 1000 പേർക്ക് സദ്യ കഴിക്കാനുള്ള സ്ഥലമുണ്ട്. 2 നിലയിലും കൂടി 2000 പേർക്ക് സദ്യ കഴിക്കാം. വിശാലമായ ഊട്ടുപുര. ഇവിടെ വച്ചിരിക്കുന്ന ഭരണികൾ ഈ ആളുകൾക്ക് അന്നദാനം കൊടുക്കുമ്പോൾ അച്ചാർ ഇട്ട് വയ്ക്കാനുള്ള ഭരണിയാണ്. ചീനഭരണിയാണിത്, ചീനഭരണി. കൊട്ടാരത്തിലെ മെഡിറ്റേഷൻ ഹാളാണ് ഏകാന്ത മണ്ഡപം. കുമ്മായം, പിന്നെ മുട്ടയുടെ വെള്ള, മൈലാഞ്ചി, ചെമ്പരത്തി പൂ, അങ്ങനെ കുറേ മിശ്രിതങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇതിൻ്റെ തറ, അങ്ങനെ തൂണെല്ലാം പോളിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയൊരു 4 കെട്ടാണ്. ഇപ്പോൾ ഈ 4 കെട്ടിന് ചുറ്റുമായിട്ട് ചെറിയ ചെറിയ റൂമുകൾ നമുക്ക് കാണാം. എല്ലാം ക്ലോസ്ഡാണ്, ഓപ്പണിംഗ് അല്ല, എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആയിരത്തി 1592 മുതൽ 1609 വരെ തിരുവിതാംകൂർ ഭരിച്ചത് ഇരവിപ്പിള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ്. ഈ ഭരണ സമയത്ത് 1601 പത്മനാഭപുരം കൊട്ടാരം പണിയാൻ തുടങ്ങിയിരുന്നു. അതായത് ഇരവിപ്പിള്ള കുലശേഖര പെരുമാൾ ഭരിച്ചിരുന്ന സമയത്താണ് പത്മനാഭപുരം കൊട്ടാരം പണിയാൻ തുടക്കമിടുന്നത്. ഇരവിപ്പിള്ള കുലശേഖര പെരുമാൾ പണിത രൂപമായിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ കാണുന്നത്. കാരണം വിക്കിപീഡിയ നോക്കിയപ്പോൾ 1741 ഇവിടെ ഒരു യുദ്ധം നടന്നു, കുളച്ചിൽ യുദ്ധം. ആ യുദ്ധത്തിൽ കൊട്ടാരം ഭാഗ്യമായിട്ട് തകർന്നു. അപ്പോൾ തകർന്നതിന് ശേഷം 1741 ഇവിടെ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ രാജാവാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കി പണിയിപ്പിച്ചത്. അപ്പോഴതിൽ പല മാറ്റങ്ങളും കാണും. പണ്ട് ഇരവിവർമ്മ കുലശേഖര പെരുമാൾ രാജാവ് ചെയ്തു വച്ചിരുന്ന കൊട്ടാരത്തിൽ നിന്നും, അത് കഴിഞ്ഞിട്ട് ഭാഗികമായി തകർന്ന സമയത്തു നിന്ന് ഇങ്ങോട്ട് ചെയ്ത കൊട്ടാരത്തിൽ നിന്നും പല മാറ്റങ്ങളും കാണും.
ഓരോ റൂമുകൾ. രാജാവിൻ്റെ കട്ടിലാണ് ഈ കാണുന്നത്. രാജാവിന്റെ ഔഷധ കട്ടിലാണ്. ഔഷധ തടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കട്ടിലാണ്. സീലിംഗിൽ നോക്കിയുള്ള വ്യത്യസ്ത രീതിയിലുള്ള മരപ്പണികൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. താഴോട്ട് പോയിട്ട് വലത്തോട്ട് പോകണം. മുമ്പോട്ട് നീക്കോളൂ. ഔഷധക്കട്ടില വിവിധതരം ഔഷധ തടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കട്ടിലാണ്. സീലിംഗിൽ നോക്കിയുള്ള വ്യത്യസ്ത രീതിയിലുള്ള മരപ്പണികൾ കാണാവുന്നതാണ്. താഴോട്ട് പോയിട്ട് വലത്തോട്ട് പോകണം. Ladies makeup room. Mirror, ladies makeup room. Both side mirror, Belgium mirror. 300 rupees. Yeah, Belgium. കൊട്ടാരത്തിലെ സ്ത്രീകൾക്കുള്ള മേക്കപ്പ് റൂമാണത്. അപ്പോൾ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള കണ്ണാടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് രാജാവിൻ്റെ പത്നിയുടെ റൂമാണ്. റൂമും കട്ടിലും. റൂമിനോട് ചേർന്ന് തന്നെ അവരുടെ ശൗചാലയം, കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ബാത്റൂം.